ബൈക്കാരെ വരുന്നുണ്ടല്ലോ. നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ പനമരം നെല്ലിയമ്പം എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ രാത്രി, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, വ്യാഴാഴ്ച രാത്രി മുതൽ ഈ ഒരു പ്രദേശത്ത് 4 കാട്ടാനകൾ വിലസി നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് രാവിലെയും ഈ ആനയെ നിരവധി തവണ ഈ ഒരു പ്രദേശത്തു നിന്ന് പല ആളുകളും പല സ്ഥലത്തുനിന്ന് കണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആനയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളും അത്ര സേഫ് സോണിലൊന്നും അല്ല. ഏതായാലും ആനയുടെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും. 4 കൊമ്പന്മാർ. അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞത് കൃത്യം 1 വർഷം മുന്നേ നമ്മൾ പനമരത്ത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പനമരം ടൗണിനോട് ചേർന്ന് തന്നെ ഒരു പുഴയുടെ സൈഡിലായിട്ട്, പനമരം പുഴയുടെ സൈഡിലായിട്ട് ഒരു 4 കൊമ്പന്മാർ ഒരുമിച്ച് അവരുടെ, ഞാൻ ആ ഒരു വീഡിയോയുടെ തമ്പനയിൽ കൊടുത്ത് തന്നെ 4 കൊമ്പന്മാരുടെ ലൈവ് ഷോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം അതേ 4 കൊമ്പന്മാർ തന്നെയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ ഇപ്പോൾ പറയുന്നത്. കാരണം 4 കൊമ്പന്മാർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരേപോലെ 4 പേരും ലൈനായിട്ട് ഒരേപോലെ ആണ് ഇവർ പോകുന്നത്. അതിലിടയ്ക്ക് മാത്രം ഈ പടക്കം പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 പേര് കൂട്ടം തെറ്റിപ്പോയി. എങ്കിലും ഇവർ പല സമയത്തും ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും സഞ്ചരിക്കാറ്. അപ്പം അതേ ആനകൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആനകൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ചക്കയുടെ സീസൺ ഇപ്പോൾ ഏകദേശം തീർന്നു. അതാണിപ്പോൾ ആന ഇങ്ങനെ ഈ പ്രദേശത്ത് നിന്ന് പോകാതെ നിൽക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതായാലും നമുക്ക് ഇനി ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ആനയെ തുരത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആന ഇറങ്ങി ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ പനമരം നെല്ലിയമ്പം എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ രാത്രി, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, വ്യാഴാഴ്ച രാത്രി മുതൽ ഈ ഒരു പ്രദേശത്ത് 4 കാട്ടാനകൾ വിലസി നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് രാവിലെയും ഈ ആനയെ നിരവധി തവണ ഈ ഒരു പ്രദേശത്തു നിന്ന് പല ആളുകളും പല സ്ഥലത്തുനിന്ന് കണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആനയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളും അത്ര സേഫ് സോണിലൊന്നും അല്ല. ഏതായാലും ആനയുടെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും. 4 കൊമ്പന്മാർ. അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞത് കൃത്യം 1 വർഷം മുന്നേ നമ്മൾ പനമരത്ത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പനമരം ടൗണിനോട് ചേർന്ന് തന്നെ ഒരു പുഴയുടെ സൈഡിലായിട്ട്, പനമരം പുഴയുടെ സൈഡിലായിട്ട് ഒരു 4 കൊമ്പന്മാർ ഒരുമിച്ച് അവരുടെ, ഞാൻ ആ ഒരു വീഡിയോയുടെ തമ്പനയിൽ കൊടുത്ത് തന്നെ 4 കൊമ്പന്മാരുടെ ലൈവ് ഷോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം അതേ 4 കൊമ്പന്മാർ തന്നെയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ ഇപ്പോൾ പറയുന്നത്. കാരണം 4 കൊമ്പന്മാർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരേപോലെ 4 പേരും ലൈനായിട്ട് ഒരേപോലെ ആണ് ഇവർ പോകുന്നത്. അതിലിടയ്ക്ക് മാത്രം ഈ പടക്കം പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 പേര് കൂട്ടം തെറ്റിപ്പോയി. എങ്കിലും ഇവർ പല സമയത്തും ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും സഞ്ചരിക്കാറ്. അപ്പം അതേ ആനകൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആനകൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ചക്കയുടെ സീസൺ ഇപ്പോൾ ഏകദേശം തീർന്നു. അതാണിപ്പോൾ ആന ഇങ്ങനെ ഈ പ്രദേശത്ത് നിന്ന് പോകാതെ നിൽക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതായാലും നമുക്ക് ഇനി ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ആനയെ തുരത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആന ഇറങ്ങി ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് കാലില്. ഇന്നലെ രാത്രി രാത്രി 7:30 മണിക്ക് ഞാനും കടയും പൂട്ടി വരുമ്പോഴാണ് ആന അവിടുന്ന് എന്റെ വീടിന്റെ നേരെ താഴെ അവിടെ ഇങ്ങോട്ട് ക്രോസേക്ക് ഇറങ്ങുന്നത്. അതിന് ടോർച്ച് ഉള്ളതുകൊണ്ട് ഞാൻ അടിച്ചപ്പോ ഈ വയലിൽ നിന്നാണ് തൊട്ട് താഴെ, അതായത് 3 താഴോട്ട് ഇറങ്ങി. ഞാൻ ടോർച്ച് കയ്യിലുള്ളതുകൊണ്ട് ടോർച്ച് തെളിച്ചപ്പോ 3 ആളെ ഇറങ്ങിപ്പില്ല. അതിങ്ങനെ ഇച്ചിരി കടന്ന് അതിലങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ ഞാൻ നേരെ പിന്നെ ആന പോയതിനു ശേഷം ഞാൻ മേലെ കയറിയപ്പോ ഫോറസ്റ്റുകാരെ കണ്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തിന്റെ ആന അങ്ങ് വിടുന്ന. ഇങ്ങോട്ട് കയറി പോന്നതിന് ശേഷം 3 എണ്ണത്തിന്റെ.
മൊത്തം 4 ഉണ്ട് തോന്നുന്നു. മൂന്നെണ്ണത്തെ കണ്ടുള്ളൂ. മൂന്നെണ്ണത്തിനെ കണ്ട് നേരെ കയറി പോയും ചെയ്ത്. അന്നേരം ഫോറസ്റ്റുകാരുണ്ട് അവിടെ, അവരോട് പറഞ്ഞു ആനുണ്ട് ഇവിടെ താഴെ. അന്നാ അവര് വന്ന് അവരിങ്ങോട്ട് വന്നിരുന്നു. പിന്നെ എത്ര മണിക്ക് പിന്നെ അവര് രാത്രി ഞാൻ ഇതിന് മുമ്പ് ഒരു വന്ന് ഒറ്റാനേ പറ്റുള്ളൂ. അത് വന്നാൽ നിൽക്കും, പോകും. കഴിഞ്ഞ വർഷം ആ പനവരത്ത് ആ തുരുത്തിലിറങ്ങി അതേ ആനല്ലേ അത്? നാലെണ്ണം ഒരുമിച്ച്? അത് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടില്ല. അങ്ങനെ പറയുന്നതായിട്ട് രാത്രി ആയാലും നടക്കാൻ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ജനവാസ മേഖലയല്ലേ അത്? ജനവാസ മേഖല. എന്റെ വീട് ഇതിന്റെ ബാക്കിൽ, ഈ വീടിന്റെ ബാക്കിൽ ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമല്ലേ? എല്ലായിടത്തും വീടുള്ള ഇതിന്റെ താഴോട്ടൊക്കെ ഈ റോഡിന്റെ അങ്ങ് താഴേക്കൊക്കെ വീടുള്ള എന്റെ വീടും. ഇത് പനവരത്തുനിന്ന് നെല്ലിയമ്പം റോഡ് അല്ലേ? പനമരം ചെമ്പോട്ടി റോഡ്. ചെമ്പോട്ട് റോഡ്, പനമരം നെല്ലിയമ്പം ചെമ്പോട്ടി റോഡ്. ചെമ്പോട്ട് റോഡ് അല്ലേ? ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് പനമരം നടവേലി റോഡാണ്. ഈ ഒരു ഈ റോഡിന്റെ സൈഡിൽ കൂടെയുള്ള ഭാഗത്തോടെയൊക്കെയാണ് ആന പാസ് ചെയ്ത് പോയത്. ഈ ഒരു വഴിക്കാണ് നമ്മളിപ്പോൾ സംസാരിച്ച ആ ചേട്ടനോടൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ. ഇതിലെയൊക്കെ ഇന്നലെ രാത്രിയൊക്കെ ആന ഉണ്ടായിരുന്നു, ഇതിലെയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലെയൊക്കെ നടന്നു പോയ വഴികളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതാ ഇത് മൊത്തം കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ഈ കാപ്പിത്തോട്ടത്തിൽ കൂടെയൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാം. അതായത് കാട്ടാന ഇവിടുന്ന് തൊട്ടപ്പുറത്തുള്ള ഈ ഒരു കാപ്പിത്തോട്ടം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. എന്താ ഇതിലൊക്കെ കയറി പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. മുഴുവൻ കാൽപ്പാടുകളൊക്കെ കാണാം. നിരവധി വണ്ടികൾ പോകുന്ന, അതുപോലെ ജനവാസ മേഖല തന്നെയാണ്. ഇവിടെ അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റൊക്കെ അത്ര അത്യാവശ്യം ദൂരത്താണുള്ളത്. പക്ഷെ പല വർഷങ്ങളിലും ഒരെണ്ണമൊക്കെ ആയിട്ട് ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത്രയും ഈ 4 എണ്ണം, ഈ 4 കാട്ടാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നത് എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത്. അങ്ങോട്ട് ഒച്ചുണ്ടാക്കല്ലേ, ഒച്ചുണ്ടാക്കല്ലേ. ഇങ്ങോട്ട് കയറി. ആ ഇതറ ഒറ്റന്നുള്ളൂ. ഇപ്പൊ സർപ്പൂന് പറഞ്ഞു
ഇതാ പോണപ്പോ ഒന്നും പേടിക്കണ്ട ഒന്നും പറ്റില്ല. ഇതിലെയൊക്കെ ആന ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കാണാം തികഞ്ഞ ജനവാസ മേഖലകളും തോട്ടങ്ങളുമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശത്തോടെയാണ് ആന ഇറങ്ങി വന്നതും പോയതൊക്കെ. ഈ റോട്ടിൽ കൂടെയൊക്കെ ആന പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട പല വിഷ്വൽസിലെ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇതിലെ ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാ? നെല്ലിയാമ്പോ. ഇത് നെല്ലിമ്പം തന്നെ അല്ലേ? താഴെ നെല്ലിമ്പോ. ഇവിടുന്ന് ഈ വഴിയെ കൂടെ ഒക്കെ ആന ഇതിലെ ക്രോസ് ചെയ്ത് പോയല്ലേ? ഈ വീട്ടുകാരാട്ടോ ആ വീഡിയോ എടുത്തത്. ഇതിലാ പോയല്ലേ? ഇതിലിങ്ങനെ പോയേ? ഇത് ഇന്ന് രാവിലെ എത്ര മണിക്കാ? ഇതിലിങ്ങനെ പോയല്ലേ? എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഇത് 4 4 ഇല്ല തന്നെ പോയില്ലേ? ആദ്യം ഒന്ന് വലുതൊന്ന് പോയി. ഈ പൈപ്പ് പൊട്ടിച്ചല്ലേ? പിന്നെ കട പേരെങ്ങനെയാ? രാവിലെ എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നേ? 9 മണിക്കല്ലേ? ആണല്ലേ? രാത്രി ഈ പ്രദേശം ഉണ്ടായിരുന്നല്ലേ? കൂടി ഓടിച്ച് കൊറേ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? കൊറേ പോയിട്ടുണ്ടല്ലേ? പോകുന്ന വഴിക്കുള്ളതൊക്കെ നശിപ്പിച്ച് പോവാല്ലേ? ഇങ്ങനെ ഇതിനു മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ? ഈ ഭാഗത്ത് ആദ്യം ഉണ്ടായിരുന്നോ? അതെ. ഒരെണ്ണം ഇതിലേം പോയി, ഒരെണ്ണം ഇതിലേം പോയി. ഈ വീട്ടുകാരാണ് ആ വീഡിയോ എടുത്തത്. പേരെങ്ങനെയാ? എന്റെ പേര് മിർഷാദ്. കൊറേ ആന ഉണ്ടായിരുന്നല്ലേ? 4 മൂന്നെണ്ണം 3 ആന അതിലെ കയറി. പിന്നെ ആ റോഡിൽ നിന്ന് നേരെ താഴോട്ട് ഇന്നലെ രാത്രി കയറി. അങ്ങനെ നെല്ലിയമ്മ ടൗൺ വരെ പോയി. ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ആ റോഡിലൂടെ തിരിച്ചു വന്ന് പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു രാവിലെ 5:30 മണി മുതൽ ഇവിടെ തന്നെ. ഇതിന്റെ വേക്കിൽ ഈ വീടുകളെ തൊട്ട് വേക്കൂടെ തന്നെ നടന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും.
പിന്നെ താഴെ റോഡിന്റെ അവിടെ വരെ പോകും, തിരിച്ചു വരും. അവിടെ ആളൊക്കെ കാണുമ്പോൾ തിരിച്ചു കയറും. അങ്ങനെ തന്നെയായിരുന്നു. രാത്രി ഫോറസ്റ്റുകാർ പുറകെ തന്നെ ഉണ്ടാവും. ഫോറസ്റ്റുകാർ ഉണ്ടായിരുന്നു, പടക്കൊക്കെ പൊട്ടിച്ചിട്ട്. പിന്നെ അത് അതിലെയാണ് ഇറങ്ങിപ്പോയത്. ഇതിലെങ്ങനെ ഇറങ്ങിപ്പോയില്ലേ? പൈപ്പൊക്കെ പൊട്ടിച്ച് കുറെ നാശനഷ്ടവും കാര്യങ്ങളൊക്കെ വരും. നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം. അതിനുള്ളിലൊക്കെ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? പോയി നോക്കണം മൊത്തം നാശം. ഇത് ഇങ്ങനെ ഇതിനു മുന്നേയും ഇതിനു മുമ്പ് കുറെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പ്രാവശ്യം അങ്ങനെ വന്നിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ ആന കാട്ടാനൊന്നും ഇല്ലാത്തതാണ് അല്ലേ? 4 അല്ലേ? ആ പനവരത്ത് ഇറങ്ങി അതേ ആനയും തന്നെ. അതേ ആന തന്നെയാണിത്. ഇപ്പം പിന്നെ അപ്പുറം തോട്ടത്തിലുണ്ടെന്നാ പറഞ്ഞത്. 1 മണിക്ക് അവർ പിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞിട്ടിരുന്നു ഫോറസ്റ്റുകാരവിടെ. എല്ലാവരോടും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരോടൊക്കെ. ആണല്ലേ? 1 മണിക്ക് ഓടിക്കുന്ന 1 മണിക്ക് ഓടിക്കുന്ന പറഞ്ഞു. അതിന് ഭയങ്കര ഭീകരാവസ്ഥ തന്നെയല്ലേ? പിന്നെ പേടിച്ച് കറിയല്ലേ. തികഞ്ഞ ജനവാസ മേഖലയല്ലേ ഇത്? ഇവിടെ ഫുള്ള് ജനങ്ങളെ വീടുകളല്ലേ, മൊത്തം വീടുകളാണ്. ഞാൻ അടുത്തടുത്തടുത്ത് വീടുകളാണ്, മൊത്തം വീടുകളാണ്. അങ്ങോട്ട് അങ്ങനെ ആനകളൊന്നും ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് ഉള്ള എവിടെയാ? ഇവിടെ ഏറ്റവും അടുത്ത ഫോറസ്റ്റ് ഉള്ളത് പാതിരിയമ്പം. 2 മൈൽ കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. അവിടെ നായി കയറി വരുന്നത് മൊത്തം 5-6 കിലോമീറ്ററിന് മേലെ പോകണം. 8 കിലോമീറ്റർ ഇപ്പുറത്തല്ലേ സാധനം കയറി? കഴിഞ്ഞ വർഷം ആ പനവരത്ത് ഇറങ്ങിയ ആ സാധനം തന്നെയാന്ന് തോന്നുന്നു അല്ലേ? 4 ഒരുമിച്ച്. അതെ അതാണ് തോന്നണേ. അതന്നെയാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതലേ അവിടെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞാൽ ഇങ്ങോട്ട് കടക്കാതെ അവര് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഫോറസ്റ്റുകാർ. അവര് ശ്രദ്ധിച്ചില്ല. കാരണം പറഞ്ഞാൽ ഇന്നലെ മുതലേ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് കടക്കാത്ത രീതിയിൽ അവര് നോക്കണായിരുന്നത്. കാണാതെ വരികയാണെങ്കിൽ ഓക്കെ. അപ്പൊ അവിടെ തമ്പടിച്ചിട്ട് ഫോറസ്റ്റുകാരുണ്ടായിരുന്നു അവിടെ. ആ പുഞ്ചവയിൽ ഇറങ്ങിയത്. അതെ. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ രീതി തന്നെയാണ്. ഈ പ്രദേശത്തോടെയാണ് ആന പോയിരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശമൊക്കെ കണ്ടാൽ അറിയാം. തികഞ്ഞ ജനവാസ മേഖലയാണ്. ഒത്തിരി വീടുകൾ അപ്പുറം ഒക്കെ ആയിട്ട് വീടുകളുള്ള സ്ഥലങ്ങളാട്ടോ. ഇത് പനവരം നടവയൽ റോഡാണ്. ഇതിലെ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഇതാണ് ഇങ്ങനെ ഇതൊക്കെ തകർത്തിട്ടാണ് ആന ഈ ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇത് പനവരം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. കഴിഞ്ഞ വർഷം കാട്ടാന 3 കാട്ടാനകൾ കഴിഞ്ഞ വർഷം 4 കാട്ടാനകൾ ഇറങ്ങിയത് ഇപ്പോൾ ആ കാണുന്ന ദൂരെ കാണുന്ന ബസ് പോകുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ അപ്പുറം കാണുന്ന ആ കവുങ്ങുന്തോട്ടത്തിലാണ്. ഈ പ്രാവശ്യം അത് റൂട്ട് മാറി ഇങ്ങോട്ടാണ് വന്നത്. ഏതായാലും ഇപ്പോൾ കാട്ടാനകൾ ഈ തൊട്ട് പുറകിൽ കാണുന്ന ഈ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ അപ്പുറ ഭാഗത്തായിട്ട് ആന നിൽപ്പുണ്ട്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ടൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ട് മുകളിലായിട്ടുള്ള പ്രദേശത്താണ് ആന ഇപ്പോൾ ഉള്ളത്. 1 മണിയാകുമ്പോഴത്തേക്കും കാട്ടാനയെ തുരത്തുന്ന ദൗത്യം തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും അധികം നേരം നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഏതായാലും ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയേക്കാം. ഇനി കാണിക്കുന്ന വിഷ്വൽസൊക്കെ ഇനി ചിലപ്പോൾ ഇതിനൊരു എൻഡിങ് നമ്മൾ പറഞ്ഞെന്ന് വരികയല്ല. ഏതായാലും ഇനി അങ്ങോട്ട് തുരത്തുന്ന വിഷ്വലൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോന്റെ തൊട്ട് പുറകിൽ ഇത് പറഞ്ഞതിന് ശേഷം ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. ആനയെ തുരത്തൽ ആരംഭിച്ചിട്ടുണ്ട്. സമയം ഉച്ച കഴിഞ്ഞ് 2:30-3 മണിയായി. പടക്കം പൊട്ടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ത് കാണാം? പക്ഷെ ഇങ്ങോട്ടല്ലേ പോണ്ടേ? അങ്ങോട്ടാ പോകും. ആ വീടിന്റെ സൈഡില് നമുക്കിവിടെ ഈ വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ഇതിലെയൊക്കെ ആന കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഈ വയലിൽ കൂടെയൊക്കെ ക്രോസ് ചെയ്തതാ. ഇതിലെ ഇങ്ങനെ വന്ന് ഈ തോട്ടിലൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ പാലം കടന്നാണ് അപ്പുറത്തോട്ട് പോയിട്ടുണ്ടാവുക. ഏതായാലും ഇന്ന് ഒരു ദിവസത്തെ മുഴുവൻ പരിശ്രമമാണ് ഇന്ന് വൈകിട്ടോട് കലാശിച്ചത്. നമുക്ക് ഏതായാലും വൈകിട്ട് ആന ക്രോസ് ചെയ്ത് കയറി പോകുന്നതിന്റെ ഒരു വിഷയം കൂടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ബൈക്കാരം വരുന്നുണ്ടല്ലോ.
ഏതായാലും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന ഇതുപോലെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഒരു ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ആട്ടോ ഞാൻ കാണിച്ചത്. നമ്മൾ പകൽ കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ആനയെ കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഇല്ലാത്തൊരു സമയത്ത് നോക്കിയാണ് ആന ക്രോസ് ചെയ്ത് പോയത്. ഏതായാലും ഇത്രയൊക്കെയാണ് വീഡിയോകൾ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്